വിശുദ്ധ യൗസേപ്പ് പ്രാർത്ഥനാ ജീവിതത്തിന്റെ മാതൃക. വിശുദ്ധ യൗസേപ്പ് എന്തെങ്കിലും സംസാരിച്ചതായി നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നില്ല. എന്താണിതിനുള്ള കാരണം? അദ്ദേഹം പ്രാർത്ഥനയുടെ ഉന്നതമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നതിനാലാണ് അധികം സംസാരിക്കാതിരുന്നത് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഉന്നതമായ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മാതൃകയാണ് വിശുദ്ധ യൗസേപ്പ്. അദ്ദേഹം പ്രാർത്ഥനയിലൂടെ ദൈവവുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. പരിശുദ്ധ കന്യകാമറിയം ഗർഭിണിയായി എന്ന് കാണപ്പെട്ട അവസരത്തിൽ വിശുദ്ധ യൗസേപ്പ് അസ്വസ്ഥചിത്തനായി. എങ്കിലും ദൈവദൂതൻ കാണപ്പെട്ട് വന്ധ്യപിതാവിനെ അറിയിക്കുന്നു, കന്യകാമറിയം ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന്. ഹെറോദസ് ശിശുവിനെ വധിക്കുവാനുള്ള ഉപജാപത്തിൽ ഏർപ്പെടുന്ന വിവരവും ദൈവദൂതനാണ് അദ്ദേഹത്തെ അറിയിക്കുന്നത്. ഈജിപ്തിൽ നിന്നുള്ള പ്രത്യാഗമനം വത്സല പിതാവ് ദൈവത്തിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണമാണ് നിർവഹിച്ചത്. അനിതര സാധാരണമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർക്കു മാത്രമേ അത് സാധിക്കുകയുള്ളൂ. തിരുക്കുടുംബം എല്ലാ വർഷവും ഓർസ്ലേം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. സുദീർഘവും ക്ലേശഭൂയിഷ്ഠവുമായ യാത്ര കഴിച്ച് ജെറുസലത്ത് എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നതിൽ അവർ തൽപരരായിരുന്നു എന്നുള്ള വസ്തുത തന്നെ വിശുദ്ധ യൗസേപ്പിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനുള്ള തീക്ഷ്ണത പ്രദ്യോതിപ്പിക്കുന്നതാണ്. ധ്യാനിക്കുവാൻ അറിഞ്ഞുകൂടാത്തവർ വിശുദ്ധ യൗസേപ്പിന്റെ പക്കൽ പോകുവിൻ, അദ്ദേഹം നിങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കും എന്ന് അമ്മ ത്രേസ്യ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ പദവി പ്രാപിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ത്രേസ്യ. സ്വാനുഭവനത്തിൽ നിന്നായിരിക്കണം വിശുദ്ധ ത്രേസ്യ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. ദൈവാരാധനയിലും പ്രാർത്ഥനയിലും നാമും എത്രമാത്രം തൽപരരായിരിക്കണമെന്ന് വിശുദ്ധ യൗസേപ്പിന്റെ ജീവിത മാതൃക നമ്മെ പഠിപ്പിക്കുന്നു. കൂടാതെ വിശുദ്ധ യൗസേപ്പ് പ്രവർത്തിച്ചതെല്ലാം ഈശോയോടു കൂടി ഈശോയിൽ ഈശോയ്ക്കു വേണ്ടി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു നിരന്തര പ്രാർത്ഥനയായി രൂപാന്തരപ്പെടുത്തി. അതിനാൽ ഏറ്റവും വലിയ വിശുദ്ധി പ്രാപിക്കുകയും ചെയ്തു. നമ്മുടെ അനുദിന ജീവിത ചുമതലകളും ജോലികളുമെല്ലാം ഇപ്രകാരം ചെയ്തുകൊണ്ടും നമുക്കും നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയാക്കി തീർക്കാം. പ്രഭാതത്തിലെ തന്നെ നിയോഗ പ്രതികരണത്തിലൂടെ നമുക്കത് നിർവഹിക്കാവുന്നതാണ്.